ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗാർബേജ് കളക്ഷന്റെ പ്രോഗ്രാമാണ്. എന്താണ് ഗാർബേജ് കളക്ഷൻ? അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റ്. അത് P എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? P ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈനാമിക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി ന്യൂ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡൈനാമിക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു മെമ്മറി വന്നു. എന്നിട്ട് ഈ P എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ ഓപ്പറേഷൻസ് ചെയ്തതിന് ശേഷം P ഇനി എനിക്ക് ആവശ്യമില്ല. അപ്പോൾ P യുടെ ലൈഫ് ടൈം തീർന്നു. ഓക്കെ, P യുടെ ലൈഫ് ടൈം തീർന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ഒരു മെമ്മറി തിരിച്ച് കൊണ്ടുപോകണം. ലൈഫ് ടൈം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എനിക്ക് Pക്ക് അലോക്കേറ്റ് ചെയ്ത മെമ്മറീനെ തിരിച്ച് എങ്ങോട്ടേക്ക് കൊടുക്കണം? ഫ്രീ മെമ്മറിയിലേക്ക് കൊടുക്കണം. ഇതാണ് ഫ്രീ മെമ്മറിയിലേക്ക് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഗാർബേജ് കളക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നതാണ് ആ ഒരു ഫംഗ്ഷൻ. ഗാർബേജ് കളക്ഷൻ ആണ് ആ ഫംഗ്ഷനാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ജാവയ്ക്കകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടക്കും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആണെന്ന്, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജാവ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ചെയ്തോളും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ജാവ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. നമുക്കൊരു പ്രോഗ്രാം വെച്ച്. ഓക്കെ, ഞാനൊരു ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ എഴുതുന്നു. എന്നിട്ട് നമുക്ക് ഒരു പബ്ലിക് സ്റ്റാറ്റിക് ഓയിഡ് മെയിൻ എഴുതാം. ഓയിഡ് മെയിൻ സ്ട്രിംഗ് ഓർഗസ് മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ടെസ്റ്റ് T is equal to ന്യൂ ടെസ്റ്റ്. ഇപ്പോൾ ടെസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ആയി. ഇപ്പോൾ T പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ്? ആ ഒബ്ജക്റ്റിലേക്കാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? T is equal to ന്യൂ ടെസ്റ്റ് is equal to null എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ T എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? null. അപ്പോൾ നേരത്തെ അലോക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ഇപ്പോൾ ആരെങ്കിലും പോയിന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ അൺഅലോക്കേറ്റഡ് മെമ്മറി വന്നു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. system.gc എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വിളിക്കും. system.gc നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിനെ കോൾ ചെയ്യും? അത് ഇൻ ടേൺ കോൾ പബ്ലിക് ഓയിഡ് ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ദെൻ ഞാൻ അതിനകത്ത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് പറയാം നമുക്ക്? ഒബ്ജക്റ്റ് മെമ്മറി റീഅലോക്കേറ്റഡ് അല്ലെങ്കിൽ റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നള്ളിൽ ആ T എന്ന് പറയുന്ന ഇപ്പോൾ നള്ളിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഇപ്പോൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ system.gc വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആരെ കോൾ ചെയ്യും? ഫൈനലൈസിനെ കോൾ ചെയ്യും. ആ ഫൈനലൈസിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ പ്രോഗ്രാമിനകത്ത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന മെമ്മറീനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ ഒരു പ്രോഗ്രാം. javac test.java ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒബ്ജക്റ്റ് മെമ്മറി റിലീസ്ഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പം ഞാൻ system.gc ആണ് വിളിച്ചത്. ആ system.gc-ക്കകത്ത് വെച്ച് ഞാൻ ആരെ വിളിക്കുന്നുണ്ട്? ഫൈനലൈസിന് വിളിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യും? ഈ ഇവിടെ എഴുതിയിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്.